നല്ല ഭക്ഷണത്തെ തെരഞ്ഞെടുത്ത് കഴിക്കുക. ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. തണുത്തതും ചൂടുള്ളതും ദയവേദങ്ങൾ ഒന്നിച്ച് കഴിക്കരുത്. അതൊക്കെ നോമ്പിൽ വരുന്ന ഫസാദുകളാണ്. നോമ്പ് കാലത്തെ ഈ ഫസാദൊക്കെ വരും. നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ഏതായാലും പലഹാരം കഴിക്കില്ല, ഒരു ഗ്ലാസ് ചായ വെച്ചാളി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വലിയ അബദ്ധമാണ്. തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത്, ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത്. പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റൂല, മധുരത്തിനോടൊപ്പം പുളി പറ്റൂല. മത്സ്യത്തോടൊപ്പം മാംസം പറ്റൂല, മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല. മത്സ്യത്തിന്റെ കറികൂട്ടിങ്ങൾ പ്രാതൽ കഴിക്കണം, രാവിലെ നാസ്ത കഴിക്കണം, പാലൊഴിച്ച ചായ കുടിക്കരുത്. അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല. ചിക്കനോടൊപ്പം തൈര് പറ്റൂല. കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട. പിന്നെ സലാഡ് കഴിക്കേണ്ടത് ബിരിയാണിന്റെ കൂടെയല്ല, ബിരിയാണിക്ക് മുന്നെയാണ്. എല്ലാ ഭക്ഷണത്തിന്റെ മുന്നെയാണ് സലാഡ് കഴിക്കേണ്ടത്. ഇത്തിരി ഉള്ളിയും ഇത്തിരി ക്യാരറ്റും കക്കിരിയും ഒക്കെ മുറിച്ചിട്ടിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിന് മുമ്പ് അല്പം കഴിക്കാൻ പറ്റുമ്പോൾ കൊളസ്ട്രോളിനൊന്നും കംപ്ലൈന്റ് ഉണ്ടാവില്ല. നമ്മൾ അതിലും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. വെന്തതും വേവാത്തതും ഒന്നിച്ച് പാടില്ല, പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല. പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം. പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. വേവാത്ത ഭക്ഷണം വെന്ത ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. ഇതൊക്കെയാണ് സുന്നത്ത്. ഞാൻ പറയുന്നത് സുന്നത്തായ കാര്യങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു തവണ മിനാ കുന്നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞ മഹാനായ ഏഴുമല തങ്ങൾ പറഞ്ഞു, നീ കുറച്ച് എന്തെങ്കിലും വയത് പറയുന്നു. ഞാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇതെല്ലാം പറഞ്ഞത് മൂപ്പർ പറഞ്ഞ എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട്, ആദാബുൽ അഖിൽ. ആ കിതാബിന്റെ പേര് മൂപ്പർ പറയണം, ഏഴുമല തങ്ങൾ പറയാണ്, എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട്, ആദാബുൽ അഖിൽ. ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപ്പെടുത്തി എന്തും തിന്നാം, എങ്ങനെയും തിന്നാം എന്നുള്ളിടത്തെത്തി. അങ്ങനെ നിത്യരോഗിയായി, രോഗത്തിന്റെ ദുരിതത്തിലായി, ഭക്ഷണം കഴിച്ച് രോഗിയായി, മരുന്ന് കുടിച്ച് രോഗത്തിന്റെ വർധനമുണ്ടാക്കി ഇടങ്ങേറാവാണ് മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ? ഭക്ഷണം കഴിച്ച് രോഗിയായി, മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചു. ഇതാണ് ജനങ്ങളുടെ അവസ്ഥ. ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ, ഈ ദുരിതത്തിന് പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആന്റെ ഹദീസിന്റെ സയൻസുകൾ, ഖുർആന്റെയും ഹദീസിന്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ രാവിലെ എന്തായാലും എല്ലാവർക്കും വിശപ്പുണ്ടാവും, മഗ്രിബിന്റെ സമയത്തും എല്ലാവർക്കും വിശപ്പുണ്ടാവും. പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയത്താണ്. ഒന്ന് സുബഹ് കഴിഞ്ഞ ഉടനെ, മറ്റൊന്ന് മഗ്രിബിന്റെ ഉടനെ. ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫുത്തൂർ അശ, പ്രഭാത ഭക്ഷണം, രാത്രി ഭക്ഷണം. അപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് കഴിയും, സഹോദരിമാർക്ക് അത് കഴിയും. ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഈ 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉറങ്ങാം? 1 മണിക്കോ? ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം. കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായി തീരും. ചില ആളുകൾക്ക് രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാ. മൂപ്പറുടെ ഡയലോഗ്, ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ലേശം ഉറങ്ങിയിട്ട് എനിക്ക് തലക്കൊരു കനാന്ന്. ആ കനം ചെയ്ത്താനിരുന്ന കന മനസ്സിലായിട്ടില്ല. ചില അമ്മമാര് പറയുന്ന വർത്താനം, ഉച്ചക്ക് ഊണ് കഴിച്ചവർക്ക് ലേശം കണ്ണി ചെയ്യണോ, എനിക്ക് വേഗം നല്ലോണം കണ്ണി ചെയ്യണം. നാട്ടുകാർ വേഗം ജീവിതത്തിൽ പകല് ഉറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? ളുഹർ വാങ്ങിന്റെ മുമ്പാണ്. അത് തന്നെ ആർക്കാ അനുവദിക്കപ്പെട്ടത്? കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ആർക്കാ അനുവദിക്കപ്പെട്ടത്? തഹജ്ജുദിൽ ഉണർന്ന മഹാന്മാർക്കാണ്, ഭാഗ്യവാന്മാർക്കാണ്. ഇച്ചങ്ങായി ഉച്ചക്ക് ചോറ് കഴിച്ച പേരും പറഞ്ഞ് കടത്തുറങ്ങുന്നത്. എന്നിട്ട് സൂക്കേട് മാറുന്നില്ല, എന്താ ചെയ്യേണ്ടത്? എങ്ങനെ മാറില്ല? സൂക്കേട് മാറാതിരിക്കണം, മരുന്ന് എപ്പം കുത്തിവെക്കല്ലേ? പ്രമേഹം എന്തായാലും മാറൂല. പകലുറങ്ങുന്നവന്റെ പ്രമേഹം ഒരു നിലക്കും മാറൂല. പകലുറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല. അയാൾ അത് ആഗ്രഹിക്കേ വേണ്ട. മാത്രമല്ല, ഒരു 10-20 രോഗം മൂപ്പറ ബാക്കിൽ ഇങ്ങനെ നിവേദനത്തിന് ഘോഷയാത്ര പിള്ളേർ പോകുന്നവരിങ്ങനെ ബാക്കിൽ വരികയും ചെയ്യും. കണ്ണിന് കാഴ്ച കുറയുക, കാലിന്റെ തടിഭാഗത്തേക്കുള്ള രക്തത്തിന്റെ കുറവ്, രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക, അങ്ങനെ ഒരു 10-20ഓളം ദുരിതങ്ങൾ വന്നിട്ട് ഈ മനുഷ്യനാകെ ജീവിതത്തിൽ ഇടങ്ങാറാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചോളി. കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല. തൗഫീഖ് അള്ളാഹു തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉറങ്ങേണ്ട സമയം രാത്രി, ജോലി ചെയ്യേണ്ട സമയം പകല്, ഇതൊക്കെ മനസ്സിലാക്കണം. ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു, ഹൈറായ ഇൽമ പഠിക്കുക, ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ചൂടുക പോലത്തെ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് ളുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞ് ളുഹറിന്റെ തൊട്ട് മുമ്പ് ഒരല്പം ഉറങ്ങാം, ക്ഷീണം മാറ്റാൻ. അത് ഹൈറായ കാര്യത്തിന് അത് പ്രത്യേകം സൂക്ഷിക്കണം. കല്യാണത്തിന്റെ തലേന്ന് ഉറക്കൊഴിഞ്ഞാലല്ല, അങ്ങനെ ഒരു ഉറക്കൊയ്യലും ദീൻ തേടിയില്ല. കല്യാണത്തിന്റെ തലേന്ന് ഉറക്കൊയ്യൽ, മൈലാഞ്ചിന്റെ ഉറക്കൊയ്യൽ, മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.
അസ്റിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ രാവിലെ ഭക്ഷണം കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂൽ പറഞ്ഞു. രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ. അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരും. രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും. നിങ്ങൾ ചെറിയ പ്രായമാണ്, വയസ്സന്മാരെ സ്വഭാവം വരും, ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും. അപ്പൊ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസമുണ്ട്. തടി കൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കില്ല. തടി കൂടുന്നു എന്നതാണ് അവർ പറയുന്ന ന്യായം. എന്നിട്ട് പകല് നല്ലോണം വെച്ച് വാട്ടിയും ചെയ്യും. അതിന് വലിയ അളവൊന്നും ഉണ്ടാവില്ല. അതിന് വലിയ അളവുണ്ടോ? ഇല്ല. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത്, പ്രഭാത ഭക്ഷണവും ഉപേക്ഷിക്കരുത്. ഇത് രണ്ടും വലിയ അപകടമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിട് കളയാത്ത ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. പറ്റാത്തവരോട് നമുക്കിത് പറയാന്നല്ലാതെ. മൈദ പരമാവധി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത്, ഗൾഫുകാരെ രോഗികളാക്കിയത് മൈദയുടെ ഫുഡാണ്. ഗൾഫുകാരനെ രോഗിയാക്കിയത് കുബൂസാണ്. ഓൻ അവസാനം ഒരു ബുദ്ധൂസ് വരുന്നവർ വരുന്നില്ലേ എല്ലാം മതിയാക്കിയിട്ട്. എന്താ കാര്യം? രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് കുടുംബക്കാർ ഇപ്പോഴും നെയ്ച്ചോറ് ഇറച്ചിക്കറിയും അല്ലേ, പിള്ളേർ ബിസ്ക്കറ്റ്. എന്താണ് ഗൾഫുകാരന്റെ ഇവിടുത്തെ ജീവിതം? കുടുംബത്തിന്റെ അവനോ അവിടുത്തെ ജീവിതം എന്താണ്? പാവം. ഇങ്ങനെ അട്ടിക്കട്ടില് ഒരുത്ത തായാലും ഒരുത്ത മുകളിൽ. തായാലുള്ള നാടകം സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എണീച്ച് പോയാൽ തല മുകളിൽ കുത്തിയിട്ട് സിക്കുകാരന്റെ മുഴ തലക്ക്. അമ്മാതിരി കട്ടുമല ഇവൻ കിടക്കണ് ഗൾഫിൽ. രാവിലെ ചായ ഉണ്ടോ? രാവിലെ ചായ ഒന്നുമില്ല. എണീച്ചോള പല്ലേച്ചോള പണിക്കുവന്ന വഴിക്കുന്ന് അസീറും സാൻഡ്വിച്ചും കിട്ടി. നാട്ടിൽ വന്ന പോലെ ഷെയ്ഖ് റാഷിദിന്റെ പുതിയാപ്പിള്ള കളിക്കുക. ക്ലീൻ ഷേവല്ലാക്കി കാറ് വാടക എടുത്തിട്ട് നാട്ടിൽ വന്ന ഇവന്റെ കളി കണ്ടില്ലേ? സാരില്ല, അപ്പം കളിക്കട്ടെ, എനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവന്റെ അവിടുത്തെ ജീവിതം വളരെ വിഷമാണ്. ഇവിടുത്തെ കുടുംബക്കാർ മനസ്സിലാക്കണം, നാട്ടുകാർ മനസ്സിലാക്കണം. വലിയ വിഷമാണ്. 98% ആളുകളും ചെറിയ ജോലി ചെയ്ത് വക്കാലകളിൽ, ഗ്രോസറികളിൽ വളരെ പ്രയാസം. പെരുന്നാളിന് വരെ ലീവില്ല പാവങ്ങൾക്ക്. പെരുന്നാളിന് ലീവില്ലാത്ത ദുനിയാവിൽ ആരും കൊണ്ടാണ്. എന്നിട്ട് ഇവിടുന്ന് സ്കൂൾ 2 ദിവസം പൂട്ടിയില്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുത്ത്. ഓണത്തിന് കുറേ ലീവ്, ക്രിസ്മസിന് കുറേ ലീവ്, നമ്മളെ പെരുന്നാൾക്ക് മാത്രം 2 ലീവ്. ഗവൺമെന്റിന് ഒരു എഴുത്താ ചെറുപ്പക്കാരുടെ. ഇന്റെ അറബി നാട്ടിൽ എനിക്ക് ജോലിക്ക് ലീവ് ഉണ്ടാ? ഇന്റെ അറബി നാട്ടിൽ എന്നിട്ട് സർക്കാർ പെരുന്നാൾക്ക് 2 ലീവ് ആസി കൊടുത്തില്ലെങ്കിൽ അതിന് ചീത്ത. ക്രിസ്മസിന് 10 ലീവ് കൊടുക്കണില്ലേ? ചോദ്യം. ക്രിസ്മസിന് 10 ലീവ് കൊടുക്കണില്ലേ? ഓണത്തിന് 10 ലീവ് കൊടുക്കണില്ലേ? കൊടുത്തോട്ടോ പെരുന്നാൾക്ക് ലീവ് വേണ്ടെന്ന് നമ്മളെ അഭിപ്രായം. ഒന്നും വേണ്ട, കൂട്ടി പുതിയ കുപ്പായിട്ടാണ് സ്കൂളിൽ പോവാം. ഈ പുതിയ കുപ്പായം വാങ്ങാൻ വേണ്ടി പൈസ വന്നാൽ ഓനിക്ക് അന്നും പക്കാലേ പണിയാണ്. സൈക്കിളിലെ മുകളിൽ ഇങ്ങനെ ഓടാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് വരുന്നുള്ള അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. അവരെ കുടുംബക്കെ സമ്പത്ത് വളരെ അവരെ മക്കളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഉപ്പ ഗൾഫിലാണെങ്കിലും എങ്ങനെങ്കിലും ജോലി എന്താണെന്ന് അറിയണം. എല്ലാവരും പാലസിൽ ജോലിയൊന്നും കിട്ടുന്ന ആളെന്നല്ലേ? എല്ലാവരും മറ്റേ യൂസുഫ് അലി ഒന്നല്ല, ഗഫാർ മുഹമ്മദ് അലി ഷെട്ടി ഒന്നല്ല. എല്ലാവരും പലരും സാധാ ഗ്രോസറിയിൽ, വക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറെയും പണിയെടുക്കും. പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക. എന്താ മനസ്സിലാക്കിയത്? എന്നിട്ട് പള്ളിക്കാർ പിരിവ് ഓൻ്റെ അടുത്ത് പോവാം. മാഷിൻ്റെ അടുത്ത് പോകില്ല. സ്കൂളിൽ നിന്ന് ഓനിക്ക് ഓണത്തിന് ലീവിന് വരെ പൈസ ആയിരിക്കും സ്കൂളിലെ മാഷിന്. ഓൻ്റെ അടുത്ത് പിരിവിനൊന്നും ഇങ്ങനെ പോകില്ല. ഗൾഫുകാരൻ വന്ന ഓൻ്റെ പൈസ തീരുന്നതിന് മുമ്പ് പോണേ ബന്ധമായിട്ട് റെസീറ്റ് അതിന് ക്ലിയർ ആയിട്ട് വലിയൊരു നീളമുള്ള റെസീറ്റ് ഓനിക്ക് കൊടുക്കാനുണ്ടാവും. നാട്ടുകാർക്ക് ചെറിയ റെസീറ്റാണ് കൊടുക്കുക. പലരും വലിയ പ്രയാസത്തിലാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് മൈദ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗൾഫ് വന്നുപോയത്. മൈദ ഭക്ഷണം ഒഴിവാക്കുക. വീടുകളിൽ മൈദ വാങ്ങൂല്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. ഞാനിപ്പോൾ എത്രയോ കാലമായിട്ട് മൈദ പൈസ കൊടുത്ത് വാങ്ങാറില്ല. എത്രയോ കാലമായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം. ഇനി വാങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും നോട്ടീസ് ഒട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുമേൻ്റെ പെയിന്റ് അടിക്കാനായിട്ട് വാങ്ങും. മൈദനെ കൊണ്ട് പെയിന്റ് അടിക്കാൻ കഴിയില്ലെന്നു അല്ലേ? അതിലെന്തെങ്കിലും പശ ചേർത്തിട്ട് ഇനി പെയിന്റ് അടിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് കിട്ടുമെന്ന് ആലോചിക്കണം. ഈ ഉൽപ്പാദിപ്പിക്കുന്ന തീർന്നല്ല, കച്ചവടക്കാർക്കും ജീവിക്കട്ടെ. മൈദ ഞാൻ തിന്നൂല്ല എന്ന് തീരുമാനിക്കണം. മൈദ ഭക്ഷണം ഞാൻ തിന്നൂല എന്ന് തീരുമാനിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാര് പ്രത്യേകിച്ചും ഹോട്ടലുകളിൽ കയറിയാൽ പൊറോട്ട കഴിക്കില്ല എന്ന് എൻ്റെ യുവാക്കൾ തീരുമാനിക്കണം. അങ്ങനെ ഒരു സമൂഹം ഇവിടെ വളർന്നാൽ പ്രമേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല, കിഡ്നി രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല, കരൾ രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല. ധൈര്യമായി മുന്നോട്ട് പോവാം. അതിഥികളൊക്കെ സൽക്കരിക്കുമ്പോൾ ഇജാതി മോശം ഭക്ഷണം വിളമ്പരുത്. അത് വലിയൊരു മാന്യതാണെന്ന് കരുതരുത്. ചില വീടുകളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ വിളമ്പതിന്റെ കൂടുതൽ പൊറോട്ട ഉണ്ടാവും. കണ്ണൂരൊക്കെ ഈ പുതിയാപ്പിളിന്റെ ആളുകളൊക്കെ സൽക്കരിക്കുന്ന വലിയ സംഭവമാണ്. ഉച്ചക്കാണ് ആൾ വരുമെങ്കിലും സുബി കൊടുക്കേണ്ട ഭക്ഷണം മുതൽ തലേന്ന് പിറ്റന്നാൾ കൊടുക്കേണ്ട ഭക്ഷണം വരെ അതിലുണ്ടാവും. അജാതി വിഭവങ്ങൾ ഉണ്ടാക്കും. അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇസ്രാഫ് വിഷയമല്ല, പരമാവധി കൊടുക്കണം. അതിഥികളോട് തിന്നാൻ പറയണം. ആതിഥേയന്റെ സന്തോഷത്തിന് വേണ്ടി അല്പം ഭക്ഷണം കഴിക്കലും അനുവാദമുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റായി പോയി, ആ ആതിഥേയന് മനസ്സിന് വിഷമം വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരല്പം ഭക്ഷണം കഴിക്കണം. അല്ലാത്ത സമയത്ത് ഭക്ഷണം ചുരുക്കാനാണ് മതം പറഞ്ഞത്. എന്ന് പറഞ്ഞ് വയറെന്ന് പറയാൻ പറ്റക്കരുത്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്നും നിങ്ങൾ കരുതരുത്. സാധാരണ കഴിക്കുന്നതിനേക്കാൾ അല്പം ഭക്ഷണത്തെ നിനക്ക് കൂട്ടാം. നിന്റെ ആതിഥേയൻ, നിന്നെ സൽക്കരിക്കുന്നവന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി. അതും റമദാനാണെങ്കിൽ പറ്റൂല. നീ റമദാനിലാണ്
നിന്റെ അതിഥിയെ നീ ഒരാളെ നോമ്പ് തുറക്കാൻ വിളിച്ചു, നീ നോമ്പ് തുറക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയോട് നല്ലോണം തിന്നെന്ന് പറയരുത്. കാരണം എന്തേ? നോമ്പുകാലത്ത് പൊതുവെ തന്നെ ഭക്ഷണം കുറക്കേണ്ട സമയമാണ്. നോമ്പ് തുറക്കാൻ വന്ന അതിഥിയോട് നീ തിന്ന് എന്ന് പറയൽ സുന്നത്തില്ല. അല്ലാത്ത അതിഥിയോട് കുറച്ചുകൂടി കഴിക്കുക എന്ന് പറയൽ പ്രത്യേക സുന്നത്തുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോമ്പ് തുറയുടെ വിഷയത്തിലാണെങ്കിൽ അതില്ല, അല്ലാത്ത സമയത്ത് അതുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ പല പ്രയാസകരമായ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും, ഭക്ഷണത്തിന്റെ തെറ്റായ ഉപയോഗത്തിൽ നിന്നും, മാലിന്യം കലർന്ന ഭക്ഷണത്തിൽ നിന്നും, മായം കലർന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയുക. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ പല പ്രയാസകരമായ രോഗങ്ങളെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും മായം കലർന്ന ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു, മ്ലേച്ഛമായ ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു, വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കേണ്ടി വരുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ പരമാവധി ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ 11 മണി കഴിഞ്ഞു പോയി, സമയം നോക്കിയില്ല. 11 മണി കഴിഞ്ഞു പോയി, സമയം ദീർഘിച്ചു പോയോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ തൽക്കാലം വിട വാങ്ങുകയാണ്. എന്നോട് ഉസ്താദ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവസരം കൊടുക്കണം. 11:05 ഇനിയിപ്പോൾ സംശയം ചോദിച്ചിട്ട് ഇനി എപ്പോഴാണ് തീരാന്ന് അറിയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എത്ര നേരം നിൽക്കും, എനിക്കിതൊരു വിഷയമല്ല. കാരണം ഇത് എപ്പോഴും തന്നെയാണല്ലോ പരിപാടി. അതുകൊണ്ട് ഞാൻ നിൽക്കും. ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് സദസ്സ് പിരിയാം. നല്ലൊരു കാര്യമാണ്. ഒരു പരിധിവരെ ഒരുപാട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കുറവ് വന്നു പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക, ന്യൂനത വന്നു പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക. നിങ്ങൾ പ്രതീക്ഷിച്ചത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടണം. ഞാൻ പരമാവധി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ടും ഇല്ല എന്ന് എനിക്കും അറിയാം. സമയം ദീർഘിച്ചു പോയി, തൽക്കാലം നിർത്തുകയാണ്. അതെ, നിർത്തല്ലേ? അതെ, രോഗമുണ്ടാക്കുന്ന 6 കാര്യങ്ങൾ അമിതമായി ചെയ്യുന്ന ഉസ്താദ് അതൊന്ന് പറഞ്ഞാണ്. 6 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയാകുന്നത്. മിതമായി ചെയ്യുമ്പോൾ രോഗിയാവില്ല. അതിലൊന്ന് ഭക്ഷണം അമിതമായി കഴിക്കലാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, തീർന്നിട്ടൊന്നുമില്ലെങ്കിലും. രണ്ടാമത്തത് അമിതമായ സംസാരം കൊണ്ടാണ് മനുഷ്യൻ രോഗിയായി തീരുക. വെറുതെ ഇരുന്ന് സംസാരിക്കാന്നുള്ളൊരു ശീലം നമുക്കുണ്ട്. ഒന്നും പണിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. ആ ഒരു പ്രകൃതത്തിലല്ല മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പം അസറിന് ശേഷം സംസാരിക്കാം. പലർക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത് അസറിന് ശേഷമുള്ള സംസാരം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രി സംസാരിക്കുക. ഇശായിന് ശേഷമുള്ള സംസാരം, ഭൗതികപരമായ കാര്യങ്ങൾ പറയാൻ അനുവാദമില്ലാത്ത സമയമാണ് ബഅദൽ ഇശാ. ബഅദൽ ഇശാ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളും മാനസിക സംഘർഷം, ശരിയായ ഉറക്ക് ലഭിക്കൂല. നമ്മളിങ്ങനെ ഭൗതികപരമായ വീടെടുക്കേണ്ടയോ, കച്ചവടം ഉഷാറാക്കേണ്ടയോ, കല്യാണം കഴിക്കേണ്ടതോ, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ രസം കിട്ടുന്നതോ സുഖം കിട്ടുന്നതോ ആയ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നതിന്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച് ഇശായിന് ശേഷം സംസാരിച്ചാൽ അതിന്റെ സംഘർഷത്തിലാണ് മനസ്സുണ്ടാവുക. ആ സംഘർഷകരമായ അവസ്ഥയിൽ പോയി കടന്ന വേഗമൊന്നും ഉറക്ക് കിട്ടൂല. അപ്പൊ സംസാരം എന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനാവശ്യ കാര്യങ്ങളിൽ വിട്ടുനിൽക്കും വേണം. സംസാരം കൊണ്ട് വേഗം ക്ഷീണം വരുന്നത് ഹൃദയത്തിന് തന്നെയാണ്. 4 കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമെന്ന് ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇബ്നു സീന റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ വലിയ മെഡിക്കൽ സയന്റിസ്റ്റാണ്, വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതൻ. 4 കാര്യങ്ങൾ നീ ഉപേക്ഷിക്കണം, അത് നിന്റെ ഹൃദയത്തെ തളർത്തിക്കളയും. അതിലൊന്ന് സംസാരമാണെന്ന് മഹാനായ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി. അപസ്മാര രോഗിയോട് പ്രത്യേക ഉപദേശം, നീ കൂടുതൽ സംസാരിക്കരുത്, കാരണം ഹൃദയത്തിന് തളർച്ച വരും. ഹാർട്ട് രോഗിയോടുമുള്ള ഉപദേശം എന്താ? സംസാരം ചുരുക്കണം. ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയിലുള്ള രോഗികൾ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളൊക്കെ ICUയിൽ ഇട്ടിട്ട് ഡോക്ടേഴ്സ് എന്തിനാ ലോക്ക് ചെയ്യണത്? രോഗിയോട് സംസാരിക്കരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിലേ ചങ്ങായി കൂടുതൽ സംസാരിച്ചിട്ടാണ് രോഗം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സമയത്തും നീ വല്ലാണ്ട് സംസാരിച്ച പ്രയാസമാണ്. രോഗിയെ സന്ദർശിച്ചാൽ വേഗം മടങ്ങണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നീ വെറുതെ വർത്താനം പറഞ്ഞത് ചങ്ങായി സൂക്കേട് കൂടും. രോഗിനെ കാണാൻ പോയാൽ അസ്സലാമു അലൈക്കും പറയാം, അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അദീം യശ്ഫി. ദ്വാർന്നിട്ട് നിനക്ക് ആഫിയത്തുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ രോഗത്തിന് ശമനം തരും, ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞ് വരണം. പലരും ഇതല്ല ചെയ്യണത്. കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് ചില ആളുകൾ മൂപ്പറെ സൽക്കരിക്കുകയും ചെയ്യും. ചായ തരട്ടെ, വെള്ളം തരട്ടെ. രോഗിനെ കാണാൻ പോയ ചായയും വെള്ളം കൊടുക്കുക. ഇപ്പൊ മരിച്ചെടുത്തുണ്ട്, ചില വീടുകളിലൊക്കെ മരിച്ചെടുത്ത് സൽക്കാരം. ഇവിടെ ഉണ്ടോ അറിയില്ല. മരിച്ച അന്ന് മരിച്ച കുടുംബത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് സൽക്കാരം വിളമ്പാണ്. എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയില്ല. കിതാബിലൊക്കെ നമ്മൾ പഠിച്ചത് അയൽവീട്ടിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ആർക്ക്? മരിച്ച വീട്ടിന്റെ ആളുകൾക്ക്. ആരാ ഭക്ഷണം കൊടുക്കേണ്ടത്? അയൽപക്കത്തുള്ള ആളാണ്. ഇപ്പൊ എന്താ കാണുന്നത്? മരിച്ച പുരക്ക്. ഞാനൊരു സ്ഥലത്ത് പോയി കണ്ട കാഴ്ചയാണ്. എന്തൊരു കുതിരത്താണ് ഈ മനുഷ്യന്മാരെ എന്ത് ദീനായി ഉണ്ടാക്കുന്നത്. മരിച്ച് മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ എത്തിയത്. അപ്പം പള്ളിയിൽ പോയി നിസ്കാരത്തിൽ കൂടി മറവ് ചെയ്തതിന് ശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കാന്നുള്ള സുന്നത്തായ കാര്യത്തിൽ വന്ന് ഇരിക്ക് ചായ കുടിക്കുന്നു എന്നോട്. എനിക്ക് സംശയം ഇത് മരിച്ച പോലെയല്ലേ. ഈ ഫസാദൊക്കെ ആരപ്പ നിർത്താന്നുള്ള വേലം ആരാ നിർത്തുക? ഇവിടെ നിന്ന് ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ നോക്കണത്. ചില സ്ഥലത്തുണ്ട്. അന്നത്തെ ദിവസം അതിന്റെ പിറ്റന്നൊക്കെ അയൽവീട്ടുകാരാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് സംസാരത്തെക്കുറിച്ച്. സംസാരം അമിതമായാൽ
രോഗമുണ്ട്. പ്രത്യേകിച്ചും ഹൃദയ രോഗമുള്ളവർ, അപസ്മാര രോഗമുള്ളവരൊന്നും സംസാരിക്കരുത്, സൂക്ഷിക്കണം. അസറിന് ശേഷം തർക്കം വരാൻ സാധ്യതയുള്ള സംസാരം വലിയ ഡേഞ്ചറാണ്. തർക്കം വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നിങ്ങൾ അസറിൽ ചർച്ചക്കെടുക്കരുത്. പെട്ടെന്ന് ഫിത്ന ഉണ്ടാവും. സംസാരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതായാലും സംസാരം ഹൃദയത്തെ തളർത്തും. മൂന്നാമത്തെ കാര്യം അമിതമായ ഉറക്കമാണ്. അമിതമായ ഉറക്കവും ശരീരത്തിന് രോഗം വരും. ഞാൻ ചിലതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു. പകലുറക്കം പാൻക്രിയാസിന്റെ സെല്ലുകൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടാകും. ശ്വാസകോശത്തിൽ കഫം തിങ്ങ പോലത്തെ പ്രയാസം വരും. കഫം തിങ്ങ, ശ്വാസമുട്ട് രോഗികൾ, കഫജന്യ രോഗമുള്ളവരൊന്നും പകല് തീരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങേണ്ടത് രാത്രിയാണ്, ഉണരേണ്ടത് രാവിലെ നേരത്തെ തന്നെ ഉണരണം. അപ്പം അമിതമായ ഉറക്കം കൊണ്ടും മനുഷ്യൻ രോഗിയായി തീരും. പലർക്കും അങ്ങനെ രോഗം വന്നിട്ടുണ്ട്. അസറിന് ശേഷമുള്ള ഉറക്കം അതിശക്തമായ മാനസിക രോഗം മുതൽ ഭ്രാന്ത് വരെ എത്താൻ സാധ്യതയുണ്ട്. അസറിന് ശേഷമുള്ള ഉറക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അമിതമായ ഉറക്കവും രോഗമാണ്. പിന്നെ പറഞ്ഞത് അമിതമായ ജോലിയാണ്. ഓവർ ടൈം ജോലിയും ഗൾഫുകാരെ രോഗികളാക്കിയത് ഓവർ ടൈം ജോലിയാണ്. രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യരുത്. രാവിലെ മുതൽ രാത്രി വരെ ജോലി. വസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജോലിക്കിറങ്ങുക. സൂര്യന്റെ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് മായുന്നതിന് മുമ്പ്, സൂര്യ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് ജോലി മതിയാക്കണം. അടുക്കള ജോലികളൊക്കെ സ്ത്രീകൾ മഗ്‌രിബിന് മുമ്പ് തന്നെ തീർക്കണം. മഗ്‌രിബ് കഴിഞ്ഞാലും പത്തിരി ഉണ്ടാക്കുക, കറിവെക്കുക പോലത്തെ ജോലികൾ ദയവ് ചെയ്ത് സഹോദരിമാർ ചെയ്യരുത്. ജോലിക്ക് പറ്റിയ സമയമല്ല, ജോലിക്ക് പറ്റിയ സമയമല്ല. അമിതമായ ജോലി, അസമയത്തുള്ള ജോലി, ഇതൊക്കെ മനുഷ്യനെ രോഗിയാക്കും. അപ്പൊ അമിതമായ ജോലി മസിലുകൾക്ക്, പേശികൾക്ക്, നരമ്പുകൾക്കൊക്കെ തകർച്ച വരാനും ക്ഷീണം വരാനും ഇത് കാരണമാകും. അപ്പൊ എന്തെല്ലാം പറഞ്ഞു? അമിത ഭക്ഷണം, അമിത സംസാരം, അമിത ഉറക്കം, അമിതമായ ജോലി. പിന്നെ ഒരു രോഗം വരുന്ന കാരണം പറഞ്ഞത് അമിതമായ വിശ്രമം. ജോലിയേ ഇല്ല, ഗൾഫിൽ വിസക്ക് കാത്തിട്ട് നിൽക്കുകയാണ് ഇയാള്. വിസക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിസ കിട്ടുന്നവരെ വെറുതെ ഇരിക്കുകയാണ്. പള്ളിയിൽ പോയിരിക്കും, വീടിന്റെ അവിടെ പോയിരിക്കും, പുരക്ക് വന്നിരിക്കും, അങ്ങനെ ഒരു ദിവസം തീർക്കും. അങ്ങനെ തീർക്കണം. എത്ര ഉണ്ട് ഇയാൾ? ശരീരം ഇളകണില്ല, വിയർപ്പ് പോകുന്നില്ല, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദുർമേധസ് പോണില്ല. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദുർമേധസ് പോണ്ടേ? വ്യായാമങ്ങളില്ലാത്ത ജീവിതം. പലപ്പോഴും സഹോദരിമാരൊക്കെ രോഗികളായി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇന്ന് ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് ചാൻസ് ഇല്ല. പല വീടുകളിലും അലക്കാൻ മെഷീനായി, അരക്കാൻ മെഷീനായി, വെള്ളം കോരേണ്ടതില്ല, അതിനും മെഷീനായി, എല്ലാം മെഷീനായപ്പോ ശരീരം ഇളകിയുള്ള ജോലി ഇല്ലാണ്ടായി. ശരീരം ഇളകിയുള്ള ജോലി കുറഞ്ഞാൽ ദുർമേധസ്സുകൾ, ശരീരത്തിലെ ചില മോശം കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി രോഗത്തിലേക്ക് നയിക്കും. അമിത വിശ്രമം. മിതമായി എപ്പോഴും ജോലി ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5 കാര്യമേ ഞാൻ സാധാരണ എല്ലാ സ്ഥലത്തും പറയാറുള്ളൂ. ഒരു കാര്യം ബാക്കി വെക്കലാണ്. അത് നിങ്ങൾ അറിയുന്നതിൽ ബുദ്ധിമുട്ടുള്ളതൊന്നുകൊണ്ടല്ല, എല്ലാവർക്കും അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പൊ ഏതായാലും അള്ളാഹു ഖൈറിലാക്കി തരട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു റഹ്മത്തിലും ബർക്കത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടായി. കുറച്ചെങ്കിലും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയൊന്നും പറയണ്ടോ? ഇല്ല. ഭക്ഷണം, നല്ല ചോദ്യം, വളരെ നല്ല ചോദ്യം. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ചോദ്യം. ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കുലു വഷ്റബു, തിന്നുക പിന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു 20 മിനിറ്റ് വരെ ഗ്യാപ്പ് ഇടാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ നന്നായി. നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായി. ഇനി ഒരാൾക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കണം, ഒരു പ്രശ്നമില്ല. ചെറിയ ചെറിയ വിഷമങ്ങൾ അതിന് കൊണ്ടുവരും. ഇപ്പം നമ്മൾ യാത്ര ചെയ്യാണ്, 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനും കഴിയില്ല, ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് അവിടെ നിന്ന കാര്യം അവതാളത്തിലാണ്. ഇത്തിരി വെള്ളം കുടിച്ചു എന്നുള്ളത് വലിയ പ്രയാസമൊന്നും വരില്ല. പക്ഷെ അതൊരു പതിവാകരുത്. സ്ഥിരമായി വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് ഏറ്റവും ചുരുങ്ങിയ ഒരു 10 മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് വെക്കണം. ഭക്ഷണത്തിന്റെ മുന്നേ വെള്ളം കുടിക്കാതിരിക്കലും പ്രത്യേകിച്ചും നല്ലതാണ്. ശരി. അതേസമയം കുളിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ കുളിക്കാൻ പോവാണ്, അതിന് മുമ്പ് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണം നല്ലതാണ്. വിഷയം മനസ്സിലാവുണ്ടോ? അതേസമയം ഭക്ഷണത്തിന്റെ ശേഷം ഗ്യാപ്പ് ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കാൻ പറ്റുന്ന ആളുകൾ വെക്കണം. 20 മിനിറ്റ് ഉണ്ടായാൽ ബെറ്ററായി. അതാണ് അതിൻ്റെ ഒരു ശൈലി. ഭക്ഷണം കഴിക്കുക പിന്നെ വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു അർത്ഥം കൂടി കുലു വഷ്റബു എന്ന ഒരു ആയത്തിലുണ്ട്. ഇസ്ലാമിൽ രോഗം വരാതിരിക്കാൻ ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഓതിയ ആയത്തതാണ്. രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്തെങ്കിലും പ്രതിരോധ മാർഗം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി കുലു വഷ്റബു വലാ തുസ്രിഫു. ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു ആയത്താണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോയിട്ടില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും എനിക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വേറൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞ ചോദ്യമാണ്. നോമ്പ് തുറക്കുമ്പോൾ സമൂസ തിന്നാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്.
ഞാൻ എന്താ മറുപടി പറയാ? ഞാൻ പറഞ്ഞു, നോമ്പ് മുറിക്കുമ്പോൾ എല്ലായിടത്തും വ്യാപകമായിട്ടുള്ള ഒരു പലഹാരമാണ്. അറബ് നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇപ്പാണ് സമൂസ നോമ്പ് മുറിയിൽ വന്ന, മുമ്പില്ല. പഴയ ഞാനിപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പേ ബാംഗ്ലൂരായിട്ട് പരിചയമുണ്ട്. 15-18 കൊല്ലം മുമ്പ് തന്നെ ബാംഗ്ലൂർ പരിചയമുണ്ട്. അന്നേ ഞാൻ കാണുന്ന നോമ്പ് സമയത്ത് സമൂസ അവിടെ പ്രധാനമാണ്. അറബികൾക്കിടയിലും സമൂസ പ്രധാനമായി കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ നോമ്പ് മുറിക്കുന്ന സമയത്ത് തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ, അതിലിപ്പോ മൈദ ഉണ്ട്, അപ്പൊ ഞാൻ പാടില്ല എന്നല്ലേ പറയൂ? മൈദന്റെ അല്ലാത്ത സമൂസ ഉണ്ടെങ്കിൽ തിന്നോളി, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെന്താ ഞാൻ പറയാ? ചോദ്യം അങ്ങനത്തെ ആയിപ്പോയി. നോമ്പ് മുറിക്കണ സമയത്ത് സമൂസ തിന്നാൻ പറ്റുമെന്ന്. അതിൽ മൈദ ഉണ്ട്, അതേസമയം ഉള്ളിയൊക്കെ ചേർത്ത മസാലകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അല്ലേ? അതിനത്രേ എനിക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ, വേറെ ഉത്തരം പറയാൻ കഴിയില്ല. നല്ലതല്ല. നരമ്പ് തളർച്ച രോഗം വരാൻ സാധ്യത ഉണ്ട്. ഭക്ഷണത്തിന് ശേഷം കുളിച്ച് ശരീരത്തെ തണുപ്പിച്ച് പാകമാക്കിയിട്ട് ഭക്ഷണത്തിലേക്ക്, അതാ പറഞ്ഞ ശുദ്ധിയോടുകൂടി, പ്രത്യേകിച്ച് വലിയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ, അതും നല്ല ചോദ്യങ്ങളാണ് വരുന്നത്. വലിയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല. വലിയ ശുദ്ധിയൊക്കെ ഉള്ള സമയത്ത്, ഹൈലിന്റെ കാര്യമല്ല പറയണത്, ജനാബത്തിന്റെ കാര്യമാണ് പറയുന്നത്. ശാരീരിക ബന്ധത്തിന് ശേഷം ദേഹശുദ്ധീകരണം ഇല്ലാതെ ഭക്ഷണത്തിലേക്ക് പോകാൻ പാടില്ല. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ കുളിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. എവിടെയോ ഒരു നാട്ടിൽ ഞാൻ കേട്ടു, തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം. അതിവിടെ ഉണ്ടോന്ന് അറിയില്ല. തിന്നിട്ട് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്ന് എന്തോ ലക്ഷണക്കേടാണ് അതിന്റെ അർത്ഥം. പോട്ടെ, തീർന്നില്ലേ? നമ്മൾ നിർത്താം അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആഫിയത്തും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. സർവ്വ മുസീബത്തിൽ നിന്നും, ബലായിൽ നിന്നും, ഫിത്നയിൽ നിന്നും, ഷർറുകളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഉലമാഇനും ആഫിയത്തും ദീർഘായുസ്സും ഇൽമിലും ഹിൽമിലും ഹിക്മത്തിലും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നീ പ്രത്യേകിച്ചും വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ വയസ്സായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ശരീരത്തിന് ആഫിയത്തും മനസ്സിന് റാഹത്തും ജീവിതത്തിൽ സലാമത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് അസ്ഹാബുൽ കഹ്ഫിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുട്ടികളെ ഇൽമും ഈമാനും ദീനും, ഇസ്മായിൽ നബിയെ പോലെ ദീനിന്റെ കാര്യത്തിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനനുസരിച്ച് ഇസ്മായിൽ നബിയെ പോലെ ഞങ്ങളുടെ മക്കളെ നീ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരെ, ഞങ്ങളുടെ പെങ്ങന്മാര്, ഭാര്യമാര്, പെൺമക്കള്, ഞങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ സ്ത്രീകളെയും റാഹത്തിലും സന്തോഷത്തിലും വിജയത്തിലും ആക്കണേ തമ്പുരാനെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്, ഫസാദിൽ നിന്ന്, ചതിയിൽ നിന്ന്, വഞ്ചനകൾ ഞങ്ങളെ സ്ത്രീകളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കൺകുളിർമയാകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മസ്ജിദ്, മദ്രസ, ദീനി സ്ഥാപനങ്ങൾ, ദീനി സംഘടനകൾ എല്ലാത്തിലും നീ വിജയം നൽകണേ തമ്പുരാനെ. അതുപോലെ ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ കൃഷിയിടങ്ങൾ, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ വഴികൾ എല്ലാത്തിലും നിന്റെ റഹ്മത്തും ബർക്കത്തും സലാമത്തും ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരീ സഹോദരന്മാർ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ ആലിമീങ്ങൾ, ഞങ്ങളുടെ സാദാത്യങ്ങൾ, ഞങ്ങളുടെ ഉമറാ, എല്ലാവരുടെ ഖബറും നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. അവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കണ നേരത്തിൽ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും ഖബറിലും മഹ്ശറയിലും ഹിസാബിലും രക്ഷപ്പെടാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ലിഖാഇന് നീ ഭാഗ്യം തരണേ തമ്പുരാനെ. റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ വിജയിപ്പിച്ച് തരണേ അല്ലാഹ്. നിന്റെ കലാം, നിന്റെ ഖുർആന്റെ വഴിയിൽ ഞങ്ങളുടെ പരിശ്രമം വിജയിപ്പിക്കണേ അല്ലാഹ്. ആ വിഷയത്തിലൊക്കെ ഞങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ ഹയാത്താക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന അമൽ, ആ അമലിനെ സഹായിച്ചവർ, സഹായിക്കുന്നവർ, അവരൊക്കെ നീ അറ്റമില്ലാണ്ട് സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ മഹദു ഫضل കൊണ്ട്, നിന്റെ ഔദാര്യവും നിന്റെ കൃപയും നിന്റെ വാത്സല്യവും കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم.
ഇതുവരെ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഉസ്താദ് ജലീൽ ദാരിമി അവറുകൾക്കും ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ദുആ ചെയ്യുകയും സ്വാഗതം പറയുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ അതിഥികളായി എത്തിയവർക്കും ബഹുമാനപ്പെട്ട ഹിറ ഖാദ്രാജി, അതുപോലെയുള്ള മറ്റു നേതാക്കൾ, ഓൾഡ് സ്റ്റുഡൻസിൻ്റെ എല്ലാ ഭാരവാഹികൾ, ജമാഅത്ത് പ്രസിഡന്റ് നമ്മുടെ മുഹമ്മദ് ഹാജി അവറുകൾ, അതുപോലെ തന്നെ എല്ലാ നേതാക്കൾക്കും, നാട്ടുകാർക്കും, ഒറ്റവാക്കിൽ ഉമ്മമാർക്കും, അതുപോലെ തന്നെ ഈ പരിപാടി ഓൺലൈനിൽ നൽകുവാൻ കേൾപ്പതിനാൽ ഇതിൻ്റെ എല്ലാ അണിയറ ശില്പികൾക്കും, സൗണ്ട്സ് ഒരുക്കി തന്നവർക്കും, അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഫാന് ചെയറെല്ലാം ഉണ്ടാക്കി തന്ന നമ്മുടെ സഹോദരനും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വോളണ്ടിയർസ്മാർ എത്രയും പെട്ടെന്ന് മദ്രസ ഹാളിൽ എത്തിച്ചേരുക. വോളണ്ടിയർസ്മാർ എത്രയും പെട്ടെന്ന് മദ്രസ ഹാളിലേക്ക് വരിക.